ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിലെ 8ാമത്തെ പാർട്ടാണ്. നമ്മളിപ്പോൾ ഇതുവരെ 7 ക്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. ഇത് 8ാമത്തെ ക്ലാസ്സാണ്. കേരളത്തിലെ കാഴ്ച പരിമിതർക്കായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ദീപ്തി. കേരളത്തിലെ കാഴ്ച പരിമിതർക്കായിട്ടുള്ള പദ്ധതിയാണ് ദീപ്തി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ഭവനരഹിതരുമായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി ഒപ്പം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. അതാർക്ക് വേണ്ടിയിട്ടായിരുന്നു? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ഭവനരഹിതരുമായ പഠിതാക്കളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ഒപ്പം. നെൽകർഷകനും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനുമായ ഏത് വ്യക്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിലൂടെ ആദരിക്കപ്പെട്ടത്? ചെറുവയൽ രാമൻ, വയനാട്. നെൽകർഷകനും പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനുമായ വ്യക്തിയാണ് ചെറുവയൽ രാമൻ. അദ്ദേഹത്തിന് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി. 2 ചിഹ്നഗ്രഹങ്ങൾ 2023 VB20, 2023 WT48 കണ്ടെത്തിയ കാസർഗോഡ് സ്വദേശിയായ 14 വയസ്സുകാരനാണ് സൂര്യനാരായണൻ. അപ്പോൾ കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ കണ്ടെത്തിയ 2 ചിഹ്നഗ്രഹങ്ങളാണ് 2023 VB20, 2023 WT48. കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കോട്ടയം വലവൂരിലെ IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കോട്ടയം വലവൂരിലെ IIIT വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര V1. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര V1. എന്തിനു വേണ്ടിയിട്ടാണ്? കാടിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ. കേരളത്തിലെ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. കേരളത്തിലെ രാജ്ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്ന പേരിലാണ്. കേരള ബാങ്കിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ വളപ്പിൽ. കേരള ബാങ്കിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് കൈരളി തിയേറ്റർ വളപ്പിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലുപ്പമുള്ളതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ളതും വലുപ്പമുള്ളതുമായ പാലം നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. കുമ്പിച്ചൽ കടവ് പാലം 253.4 മീറ്ററാണ് അതിൻ്റെ നീളം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കുവാനും വാങ്ങുവാനും സർക്കാരിൻ്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കുവാനും വാങ്ങാനും സർക്കാരിൻ്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ആദിവാസി കർഷകർ മാത്രം ഓഹരി ഉടമകളായി ആരംഭിച്ച കമ്പനിയിലൂടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി വികസിപ്പിച്ച പുതിയ ബ്രാൻഡാണ് ആതിരപ്പിള്ളി. ആദിവാസി കർഷകർ മാത്രം ഓഹരി ഉടമകളായി ആരംഭിച്ച കമ്പനിയിലൂടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വികസിപ്പിച്ച പുതിയ ബ്രാൻഡാണ് ആതിരപ്പിള്ളി. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവാണ് വൃത്തി 2025. അതിൻ്റെ വേദി തിരുവനന്തപുരത്തെ കനകക്കുന്നാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവാണ് വൃത്തി 2025. അതിൻ്റെ വേദി തിരുവനന്തപുരം കനകക്കുന്ന്. ഹരിതഭാവിക്കായി സാങ്കേതിക പരിവർത്തനം എന്ന വിഷയം മുൻനിർത്തി നടത്തുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ.
ഹരിത ഭാവിക്കായി സാങ്കേതിക പരിവർത്തനം എന്ന വിഷയം മുൻനിർത്തി നടത്തുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. കിടപ്പു രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരള കെയർ. കിടപ്പു രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കേരള കെയർ. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം, കൊച്ചിയിലാണ്. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളമാണ്, കൊച്ചിയിലാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉഗാണ്ടയിലേക്കാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി കുരുമുളക് തൈകൾ കയറ്റുമതി ചെയ്യുന്നത് ഉഗാണ്ട. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിൻ്റെ തൈകൾ കരിമുണ്ട, പന്നിയൂർ 1 എന്നിവയാണ്. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈയുടെ ഇനങ്ങളാണ് കരിമുണ്ട, പന്നിയൂർ 1. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ നേടിയ കേരളത്തിലെ കാപ്പി ഇനം വയനാടൻ കാപ്പി, റോബസ്റ്റ കാപ്പിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക ശ്രദ്ധ നേടിയ കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പി, അത് വയനാടൻ കാപ്പിയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് ദൈവദശകം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് ദൈവദശകം. അത് 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് ദൈവദശകം. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിൽ. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഏതൊക്കെയാണ്? കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ക്ലീൻ റൂം എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. അതിൻ്റെ പേര് ക്ലീൻ റൂം എന്നാണ്. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ മലയാളി അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളിയാണ് അനിൽ മേനോൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പ ലേൺ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കേരളത്തിലെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുപ്പ ലേൺ. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം. രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം. വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാനന്തര ശുശ്രൂഷയിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് സുതികാമിത്രം. വനിതകൾക്ക് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഗർഭകാല പ്രസവാനന്തര ശുശ്രൂഷയിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് സുതികാമിത്രം. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല വർക്കല ക്ലിഫ്. യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖലയാണ് വർക്കല ക്ലിഫ്. ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായ വേങ്ങൂരുള്ള പാണിയേലിപ്പോര് എറണാകുളം ജില്ലയിലാണ്. ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലിപ്പോര്, അത് എറണാകുളം ജില്ലയിലെ വേങ്ങൂരിലാണ്.